ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്ന നസ്രയനായ യേശുവിന്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലിലും എൻ്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പിറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു. നിങ്ങളെല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവകൃപയോടും ദൈവിക സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ ഒറീസയിലെ ഒരു ഗ്രാമത്തിനകത്താണ് ഇപ്പോൾ ഇരുന്നു കൊണ്ട് നിങ്ങളോട് ഈ ദൈവവചനം സംസാരിക്കുന്നത്. ഒറീസയ്ക്കും ഛത്തീസ്ഗഡിനും ഇടയ്ക്കുള്ള ഒരു സ്ഥലത്താണ്. നബരംഗപൂർ എന്ന് പറയുന്നത് ഒറീസയുടെ ഒരു ബോർഡർ ആണെങ്കിൽ ജഗദൽപൂർ എന്ന് പറയുന്നത് ഛത്തീസ്ഗഡിന്റെ ഒരു ബോർഡർ. ഇത് രണ്ടിൻ്റെയും ഇടയ്ക്കുള്ള ഒരു ഗ്രാമത്തിനകത്താണ് ഞാൻ ആയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ ഗ്രാമത്തിൽ വന്നു ഒത്തിരി ഇടങ്ങളിൽ പ്രാർത്ഥിക്കുവാനൊക്കെ ദൈവം കൃപ ഒരുക്കി. 1-2 മീറ്റിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്യുവാൻ, വൈകുന്നേരം ഒരു ചെറിയ കൺവെൻഷനിലേക്ക് പ്രസംഗിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്കും ഇടയാക്കിയതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ എൻ്റെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണമെന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവരും ഓർത്ത് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സമസ്ത മേഖലകളെയും സർവശക്തനായ ദൈവം ഇന്ന് പകലിലും അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ ക്രിസ്തുവിന്റെ വചനം സകല ഐശ്വര്യത്തോടും നിങ്ങളിലും എന്നിലും നിറയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ, ഈ മാസങ്ങളിൽ നാം തുടർമാനമായി കേട്ടുകൊണ്ടിരിക്കുന്ന സന്ദേശം ഇതാണ്. പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ചാണ്. ക്രിസ്തീയ ജീവിതത്തിന്റെ ഉള്ളടക്കം, പശ്ചാത്തലം, അല്ലെങ്കിൽ അതിൻ്റെ ജീവശ്വാസം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയില്ലാത്ത ജീവിതം അത് വളരെ പ്രതികൂലത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. പ്രാർത്ഥന നമ്മൾ ദൈവവുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്, പരിശുദ്ധമായിട്ട് ബന്ധപ്പെടുത്തുന്നതാണ് പ്രാർത്ഥന. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അധികം സമയം ചെലവിടുവാൻ നമ്മെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം. റോമർക്കെതിരെ ലേഖനം 14-ാം അധ്യായം അതിൻ്റെ സ്തോത്രം 16-ാം വാക്യം വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പിൻ. റോമർ 14-ന്റെ 16-ഉം 17-ഉം വാക്യങ്ങൾ വായിക്കുന്നത്: ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ഹല്ലേലൂയ. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ ലഭിക്കുന്ന സന്തോഷവും അത്ര എന്ന് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത് റോമ സഭയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. സ്തോത്രം, സ്തോത്രം. കാരണം ദൈവരാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല, പക്ഷെ എന്താണ് അവിടെ? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിന്റെ സന്തോഷവും. പ്രാർത്ഥനയ്ക്കകത്ത് നമുക്ക് വേണ്ടുന്ന ഈ 3 കാര്യങ്ങളാണ്. ഒന്ന്, ദൈവത്തിന്റെ നീതിയെ അന്വേഷിക്കുന്നതായിരിക്കണം പ്രാർത്ഥന. 2, ദൈവിക സമാധാനം എൻ്റെ അകത്ത് വരുന്നതാണ് പ്രാർത്ഥന. 3, പരിശുദ്ധാത്മാവിനുള്ള സന്തോഷം എൻ്റെ അകത്ത് എപ്പോഴും ഉണ്ടാകുന്നതാണ് പ്രാർത്ഥന. ഈ 3 ക്വാളിറ്റി ഒരു പ്രാർത്ഥന മനുഷ്യന്റെ അകത്ത് വെളിപ്പെട്ടാൽ, ഒരു സഭയ്ക്കകത്ത് വെളിപ്പെട്ടാൽ, ഈ ലോകവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും വിച്ഛേദിക്കുവാൻ മറ്റൊരു കാരണവും വേണ്ട. ദൈവരാജ്യം നിലനിൽക്കുന്നത് ഭക്ഷണവും പാനീയത്തിലുമല്ല. ദൈവരാജ്യം നിലനിൽക്കുന്നത് ഈ ലോകത്തിന്റെ ഏതെങ്കിലും സംവിധാനത്തിലല്ല. ദൈവരാജ്യം നിലനിൽക്കുന്നത് ദൈവിക പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ്. ആ ദൈവിക പ്രവൃത്തി എന്താണ്? ദൈവവുമായിട്ടുള്ള സംസർഗമാണ്. അതിന് നമുക്ക് വേണ്ടുന്നത് പ്രാർത്ഥനാ ജീവിതമാണ്. ആ പ്രാർത്ഥനാ ജീവിതം എൻ്റെ അകത്തും നിങ്ങളുടെ അകത്തും വെളിപ്പെട്ടാൽ ദൈവത്തിന്റെ നീതി നമ്മുടെ ശുശ്രൂഷയ്ക്കകത്തും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിനകത്തും നമ്മുടെ കുടുംബ ജീവിതത്തിനകത്തും വെളിപ്പെടും. രണ്ടാമതായി ദൈവിക സമാധാനം നമ്മുടെ അകത്ത് വെളിപ്പെടും. 3, പരിശുദ്ധാത്മാവിന്റെ സന്തോഷം നമ്മുടെ അകത്ത് കടന്നു വരും. ഈ 3 കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധ ചെലുത്തുന്നതാണ് പ്രാർത്ഥന. അതുകൊണ്ട് ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, സഹോദരി, കൂടപ്പിറപ്പേ, അഭിഷിക്തന്മാരെ, ദൈവത്തിന്റെ നീതി അന്വേഷിക്കുന്ന, ദൈവിക സമാധാനം അനുഭവിക്കുന്ന, പരിശുദ്ധാത്മാവിന്റെ സന്തോഷം കൈക്കൊള്ളുന്ന ഒരു പ്രാർത്ഥനാ ജീവിതം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകട്ടെ. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. God bless you. Jesus loves you. God be with you.